இந்த அட்ரஸ் இது என்னையா எனக்கு உபயோகம் தന്നല്ലേ? ஆமாமா, அட்ரஸ் இதுதான் சார். குஞ்சிக்காதர் இங்க தான் இருக்கும். இதை செத்த தலைகீழ படி. തിരിച്ചു വായിക്കേ. நீங்களே படிங்க. പഴനി 14. சரி. நல்வாழ்வு தெருவு. சரி. 144 சரி. பிசி குஞ்சிக்காதர். அதுதான் நான் இல்ல. என் பேர் ராமசாமி. நான் எப்படி குஞ்சிக்காதர் ஆகிறது? ஒரு நிமிஷம் வெயிட் பண்ணுங்க, கேட்டு பாக்குறேன். സംശയിക്കാൻ ഒന്നുമില്ല. അഡ്രസ് ഇത് തന്നെയാ. பார்க்கலாம் சார், பார்க்கலாம். கண்டுபிடிச்சாச்சு. அவர் சீலாவதி லாட்ஜில் இருக்கார். இது அவரோட ஓல்டு ஹவுஸ். நான் இங்க புதுசு. அப்படி சொல்லுங்க சார். சீலாவதி லாட்ஜ் வந்து இங்க ரொம்ப ஃபேமஸ் சார். நீங்க வண்டியில இருக்க, நான் காட்டுறேன். നന്ദി എടുത്തോ. சரி. பத்துவா சார்? വൈരമണി, ശീലാവതി ലാഡ്ജടാ. കുഞ്ഞിക്കാതറോ? അതെ. അവനെ ഒന്ന് കണ്ടുകിട്ടാനാ ഞങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 9 മാസം വാടക ബാക്കി വെച്ചിട്ടോ മുങ്ങിയത്. കള്ളൻ. കള്ളൻ എന്ന് മാത്രം പറയരുത്. കുഞ്ഞിക്കാരനെ എനിക്കറിയാം. 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. കള്ളന്മാരൊക്കെ എന്താ 1ാം ക്ലാസ്സിൽ പഠിച്ചൂടെ? നീ അവന്റെ ആരടാ? എടാ പോടാന്നുള്ള വിളിയൊക്കെ അങ്ങ് തറവാട്ടിച്ചെന്ന് വിളിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. ഞാനും ഈ പഴനിയില് 5 കൊല്ലം ഞാനും ഇവിടെ കിടന്ന് മെലസീതാ. മലയാളികളാണല്ലോ, മര്യാദക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ? അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗ വർഷപ്പിച്ചെന്ന് അന്വേഷിക്കും. അതായിരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം. അവിടെ നിന്നാണോ ലെതർ കമ്പനിലെ സൂപ്പർവൈസർ ആയത്? ചെന്ന് അന്വേഷിക്കടോ. എടാ പോടാന്ന് വിളിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ ഫോൺ ചെയ്തേക്കരുത്. நீங்க வாங்க சார், நீங்க வாங்க. துர்கா ஒர்க் ஷாப் தானே. நீங்க வண்டியில இருங்க, நான் கொண்டு விடுறேன். ഈ വർഷാപ്പ് എവിടെയാണോ? பக்கத்துல தான். இங்க இந்த ஸ்ட்ரைட் போய் லெஃப்ட் கட் பண்ணனா தண்டாயுதமணி கோயில். அங்க இருந்து ரைட் சைடுல 3வது கேட். அவ்வளவுதான். சார் நீங்க வண்டியில இருக்க சார், நான் கொண்டு காமிக்கிறேன். വേണ്ട, ഞാൻ തന്നെ കാമിച്ചോളാം. நீங்களே காமிக்கிறீங்களா? என்ன வைரமணி இது? ഹലോ സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ? വരൂ. കുഞ്ഞിക്കാതറിന്റെ ആരാണെന്ന് പറഞ്ഞേ? വളരെ അടുത്ത സുഹൃത്താ. എന്റെ പേര് വേലായുധൻ കുട്ടി. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണല്ലേ? അയ്യോ, ഒന്നിച്ചെന്നല്ല, ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഒരു ചായക്ക് പറ. അയ്യോ, ചായ ഒന്നും വേണ്ട. നീ പോയിട്ട് വാ. കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ വേണ്ടായിരുന്നു. സാരല്ലേ, ഒരു ചായ അല്ലേ? അതെ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. വലിയ ഉപകാരം. പഴനിയില് സ്ഥിരതാമസമാണോ? ഇപ്പോഴല്ല, പക്ഷെ സ്ഥിരതാമസമാക്കാനാ പരിപാടി. അതാ നല്ലത്. നല്ല ബിസിനസ് അല്ലേ, തഴച്ചു വളരൂ. ഞാൻ வேலாயுதன். நான் தான் இன்ஸ்பெக்டர் அழகப்பன். எனக்கு ஒரே ஒரு வேலாயுதனை மட்டும்தான் தெரியும். சாட்சாத் பழனி ஆண்டவன். அவருக்கு மேல இந்த பழனியில யாரா இன்னொரு வேலாயுதம்? ഒരു പക്ഷേ ഞാനായിരിക്കും സാർ. സാർ എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ കള്ളല്ല സാർ. ഞാൻ പണി അന്വേഷിച്ചു വന്നത് സാർ. എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കും. സൂപ്പർവൈസറായ കുഞ്ഞിക്കാരൻ അന്വേഷിച്ചു വന്നാണ് സാർ. ഞാൻ കള്ളല്ല സാർ. ആരെങ്കിലും കുഞ്ഞിക്കാതർ. അനക്കത്തെ തലക്ക് സുഖല്ലേ? എടോ, പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കഴിയല്ലോ. ഈ നാട്ടിനെ പറയിപ്പിക്കരുത്. എന്റെ പൊന്നു കുഞ്ഞിക്കാതർ, നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ. ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി ഇവിടെ അല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടാ പായ, എനിക്ക് പോക്കറ്റടി അല്ലേ പണി. അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്. അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണെന്നാണല്ലോ? അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ. അത് ഓരോരുത്തരുടെ പോക്കറ്റ് കിടക്കും. ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും. നാട്ടിൽ നിന്ന് കുറ്റിയും പൊരിച്ച് പോകുന്നതല്ല എന്നെ അന്വേഷിച്ച് അവസാനം പോലീസും പിടിച്ച്. ഏതായാലും തമ്മ കാണാനായല്ലോ. എന്റെ കുഞ്ഞിക്കാതറേ, സാറൊരു വീട് തരുമോ? എനിക്കല്ല, ഇവനക്കാ ചോദിക്കാൻ മടിയായിട്ടാ. അയ്യോ, வாய மூடிட்டு உட்காருங்கடா. ഒക്കെ ഒരു ജാതി അലവലാദികളാ. നീ അത് കാര്യാക്കണ്ട. ഇടിക്കുവോ? ഉറപ്പിച്ചൂടാ, ചെലപ്പടിച്ചൂടാ. ഇല്ല, നീ എന്താ ചിരിക്കണേ? അല്ല, നാട്ടിൽ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കിടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്.
എൻ്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നുമല്ല. ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോൾ ഓടണം, എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിൽ ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം 2:30 മണിക്ക് മദ്രാസിൽ എത്തണം. ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ? വാടാ. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ, ഞാനിവിടെ ഉണ്ട്. சீக்கிரம் வாடா அண்ணா. என்னடா இங்க கலாட்டா? அந்த பாவத்தை தொந்தரவு பண்ணாத சார். அத பத்தி நீ ஒண்ணும் கவலைப்பட வேண்டாம். ஆமா, போன வாரம் நீ ஏன்டா கமிஷன் கொண்டு வரல? സാർ ഇപ്പൊ പോക്കറ്റ് അടിച്ചാ കിട്ടുന്നത് എടുക്കാത്ത ലോട്ടറി ടിക്കറ്റാ. ഇതിൽ എന്ത് കമ്മീഷൻ തരാനാ? ഇപ്പൊ എന്നെ വിട്ടിടുങ്കോ, മധുര ടൂറിസ്റ്റ് ബസ് 4 എണ്ണം വരുന്ന ടൈമായി. സാർ എന്നെ വിട്ടാ എനക്കേതാവത് കിടക്കും. എനക്കേതാവത് കിടച്ചാ 50-50. വിശന്നിട്ട് വയ്യല്ലോ ഭവാനി, കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല. ഏതായാലും പോക്കറ്റ് അടിക്കാരെന്നുള്ള പേര് കേട്ടു. എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ? പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ, ആരറിയാനാ? നോട്ടുകെട്ടുകളാന്നാ തോന്നുന്നു. ആ പാവം വല്ല ബാങ്കിലേക്കും പോയിരുന്നിരിക്കും. മുരുക, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, നീ ചെയ്യിച്ചതാ. നിറയെ പണമായിരിക്കണേ. എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം. சீக்கிரம் முட்டை அடிப்பா. சீக்கிரம். തന്റെ മോനോട് ഒരു കത്തി വാങ്ങിപ്പോയി ചെരക്കാൻ പറ. வெற்றிவேல் முருகனுக்கு, வீரவேல் முருகனுக்கு, சக்திவேல் முருகனுக்கு, முருகா, அவனே, தப்பா தப்பா, தென்பழி ஆண்டவனுக்கு, வெற்றிவேல் முருகனுக்கு, വഴിപാടാ. ஆமா, வீரவேல் முருகனுக்கு. മുരുക, ദാദാ, അവര് ആള് എപ്പടി ഇരുപ്പാര്? அந்த ആള് രൂപം അങ്ങനെ അത്ര പെട്ടെന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. നീ വണ്ടി വിട്, ഞാൻ നോക്കിക്കോളാം. பழனியில இந்த முருகன் கண்ணுக்கு தெரியாம எங்கேயும் போயிட முடியாது. தைரியமா இருங்க, கண்டுபிடிச்சிடலாம். അയ്യ മുടിക്കണ്ടാക്ക, ഞാൻ മുടിച്ചോളി. വണ്ടി കിട്ടാൻ മതി. ஹோய், ஹோய்.
எப்படி உண்டு சார்? ரொம்ப நல்லா இருக்கு. நீங்க தான் சரியான பார்பர். ஓரா ஓரா முருகா வண்டி எடுத்து ஆளு பார்த்தாச்சு நிறுத்து. ഇതെന്താണ്ടത്? പുതിയ അവതാരമാ. വേൽമുരുകൻ വേലായുധൻകുട്ടി. വേലായുധൻകുട്ടിയുടെ ബാർബറ അവതാരം. തരക്കടില്ല, ഏതായാലും കൈത്തൊഴിലായല്ലോ. ஐயோ நீங்க தானா? അതേടാ അതെ. ഈ ദുഷ്ടൻ കാരണം ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. ആ ഇൻസ്പെക്ടറിന്റെ എല്ലാം പിടിച്ചു പറിച്ചു. എന്റെ 5000 രൂപയാണ് കൊണ്ടുപോയി. ഐസി അവരെടുത്തോ? நீங்க கஞ்சி காதரு குஞ்சி காதருன்னு சொன்னா எனக்கு என்ன புரியும்? இவரு வந்து இந்த ஊருக்கு தாதா அப்படின்னு சொன்னா பாருங்களேன் எனக்கு புரியும். വിടു മുരുക, അതെപ്പടി ഇവർക്ക് തെരിയും? നീ ഇവിടുത്തെ ആരാന്നാ പറഞ്ഞത്? ദാദ. ഈ പഴനിയിലൊരു ദാദ. അതൊന്നും നീ കാര്യാക്കണ്ട. അല്ല, നീ മുടി വെട്ടിയിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കും ഉണ്ടോ? ആദ്യത്തെ 5 തല ശരിക്കും മുറിഞ്ഞു. എന്താ ചോര? എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഇത്തിരി പൗഡർ വാരി പൊത്തി. അല്ല എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം വിടുക. പെറുക്കട മുരുക. மைனா, இது வேலாயுதம் குட்டி, என் நண்பன் ஊர்ல இருந்து வந்திருக்கு. വണക്കം. ഇത് മൈന, എന്റെ ഭാര്യ. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇത് നാട്ടു ചെനുക്കാക്കനോടൊന്നും പറഞ്ഞുവിടണ്ട. ഞാൻ മുമ്പ് താമസിച്ചോടൊന്നും പൊക്കിയതാ. മുടിഞ്ഞ പ്രേമം തന്നെ. എന്താ മൈനാന്ന് പേരിട്ടത്? വേറൊന്നല്ല, ഇവിടെ ഇടയ്ക്കിടക്ക് പറക്കും. ആ മൈന, இந்த ബാഗ് എടുത്തുള്ളതേ. നിക്ക് 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 നിക്ക്. വേലായുധം കുട്ടി ബാഗ് അകത്ത്, വേലായുധം കുട്ടി പുറത്ത്. ഇവിടെ ആകെ ഒരൊറ്റ മുറിയേ ഉള്ളൂ. മൈന, അന്ത കട്ടിലെ തൂക്കി വലിയ പോടുമാ. വെളിയിലോ? അതെ. അപ്പൊ മഴ പെയ്താ ഞാൻ എന്ത് ചെയ്യും? കൊള്ളണോ? അയ്യോ സാരല്ല, ഞാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട്. അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെങ്കിലൊക്കെ കൂട്. നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിയാണ്. 1.5 ലക്ഷം കൊതുണ്ട് ഇവിടെ. പേടിക്കണ്ട, അന്നെ അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല. അത്ര തന്നെ മൂട്ടിയതിന്റെ അടിയിൽ. പിന്നെ ആവശ്യത്തിലുള്ള കുറുക്കന്മാരും. ഭംഗി ഇല്ലാന്ന് പറഞ്ഞുകൂടാ. ஏற்கனவே வெளியே தாண்டா இருக்கேன். இன்னும் எங்கடா வெளியே கூப்பிடுற? முடியுமா? உன் புருஷனை அடக்கி வை. போன உள்ள. நானே பேசல. நீ என்னடா குடிகாரா பண்ணீங்கடா? கத்தியா சொல்ல சொல்ல இனிக்குதடா முருகா. சொல்ல சொல்ல இனிக்குதடா முருகா. உள்ளமெல்லாம் உன் பெயரை இந்தாங்க காப்பி. വേലായുധ, ഞാനൊരു കാര്യം പറയട്ടെ. പടച്ചോൻ വന്ന് കയറാത്ത ഒരൊറ്റ വീടും ഈ ദുനിയാവിലില്ല. അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോണം. അല്ലാതെ ആളെ മനസ്സിലാതെ പോയി അടുത്ത ശനിയാഴ്ച പോകാന്ന് പറഞ്ഞ് വിട്ടാൽ സംഗതി പോക്കാം. നിന്റെ പടച്ചോനിപ്പം ബാർബറ രൂപത്തിലാണ് വന്നിരിക്കണേ. വിളിച്ചകത്തിരുത്തിക്കോ, വിടണ്ട. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബാർബർ ആയിരുന്നിരിക്കും. കഴിഞ്ഞ ജന്മത്തിലല്ല ഇഷ്ടാ, ഇപ്പൊ തന്നെ നീ ഒരു ബാർബറാണ്. അതിനെന്താ സംശയം? എടോ, താടിയായിട്ടോ മീശായിട്ടോ തലമുടിയായിട്ടോ സ്വന്തം മുടി വരിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ്, അല്ലേ? എന്റെ അമ്മ അഴകപ്പൻ. സാർ, ഒരു പണി നടന്നില്ല. ഞാൻ ബസ് സ്റ്റാൻഡിക്ക് പോകലേ. போகலையா? ஏன்டா போகல? போக முடியல சார். நாளைக்கு வா. நாளைக்கு நான் வருவேன். இன்னைக்கு நான் போறேன். போவல்ல? ஆமா. ഇത് എന്ത് ലോകം? പോലീസ് കള്ളനെ പോക്കറ്റ് അടിക്കാൻ പ്രേരിപ്പിക്കും. ഏറെ പോലീസുകാർ എന്നോട് പറയലുണ്ട്, കുഞ്ഞിക്കാതറെ പോക്കറ്റ് അടിക്കല്ലേ പോക്കറ്റ് അടിക്കല്ലേ പോക്കറ്റ് അടിക്കല്ലേ എന്ന്. ഈ ആളുകൾപ്പം പോക്കറ്റ് അടുപ്പിച്ചേ അടങ്ങൂ. நீங்க பார்பரா? എന്താ വേലാൻകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോ ട്യൂഷനൊന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല, അത്ര തന്നെ. അല്ല,
ഈയിടെയായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ചേട്ടാ, അതാ. ആ വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ, ഒന്നും പറയണ്ട ചേട്ടൻ ചെല്ല്, മനുഷ്യൻ ചിരിക്കില്ലേ. എനിക്ക് തീർന്നില്ലടാ. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ചേട്ടൻ പോ, 9:30 ബസ് പോവും. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പനൊന്നും യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ ചെല്ല്. സത്യം പറഞ്ഞാ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ, ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. വിട്ടോ വിട്ടോ, അവര് പുറപ്പെട്ടു കഴിഞ്ഞ്. വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ. പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലുമ്പോ കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്നള്ളു. എന്നാ ഇറങ്ങാൻ സമയമില്ല. എന്തൊരു നോക്കണേ ഇത്. അമ്മണി കുഞ്ഞ് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ കത്തി വീശും. പോടാ, ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ കത്തി വീശന. അയ്യോ, വില കിട്ടി പോലെ കൈ. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ പറ്റില്ല. കേരള വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഓടിക്കോ, ഓടിക്കോ. ജീവനോടെ പോല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനങ്ങളാ. ഞാൻ ഓടിയിട്ട് എത്തണില്ല. ഇത് വഴി കൂടുതലായോ? ബസ് ഒന്ന് നിന്നേ. എന്തിനാ മോനെ? ബസ് ഒരു മിനിറ്റ്. എന്താ മോനെ? ഞാൻ ഒന്ന് ഇപ്പൊ വരാം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യമുണ്ട്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ, ഇവിടെ പോടി. നിന്നെ വേണ്ട. ഇത് മതി. എടാ തെണ്ടി, ദൈവം എന്റെ കൂടെയുണ്ട്. എടി, നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധിയില്ലാന്ന് വിചാരിച്ചോടി. നടകൾ.